Welcome to Class 10 Hindi presented by Classes Academy. ഇന്ന് ഹിന്ദി പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ പാഠമായ ബീർ ബഹൂട്ടിയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് പ്രഭാത് എന്ന എഴുത്തുകാരനാണ്. അദ്ദേഹം ഒരു യുവകവിയാണ്. യുവകവി प्रभात का जन्म राजस्थान के करौली में 1972 को हुआ. യുവകവിയായ പ്രഭാതിൻ്റെ ജനനം രാജസ്ഥാനിലെ കരോളിയിൽ 1972 നടന്നത്. ആപ് കവി ഹോനെ കെ സാത്ത് സാത്ത് കഹാനിക്കാർ ഭി ഹെ. അദ്ദേഹം കവിയാണ്, കൂടാതെ തന്നെ ഒരു കഥാകൃത്ത് കൂടിയാണ്. കാസിബായി, പാനി കി ഗാഡിയോ മേ, ചുസ്താ രഹ ജാത്ത രഹ മുതലായവ ആപ്കി പ്രമുഖ രചനായും അദ്ദേഹത്തിൻ്റെ പ്രമുഖമായ രചനകളാണ്, ഏറ്റവും പ്രധാനപ്പെട്ട രചനകളാണ്. ലെസൻ്റെ പേര് ബീർ ബഹൂട്ടി. ഉത്തരേന്ത്യയിലൊക്കെ നമുക്ക് കാണപ്പെടുന്ന, മഴക്കാലത്ത് കാണപ്പെടുന്ന ഒരു മഴക്കാല കീടമാണ്. ചുവന്ന നിറത്തിൽ കാണപ്പെടുന്ന ഒരു കീടമാണ്. അതിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്, ബീർ ബഹൂട്ടി. 8 കാലിൻ്റെ രൂപമുണ്ട്, 8 കാലും ഉണ്ടാവും, പക്ഷേ 8 കാലിയല്ല. ഇതൊരു ചെറിയ കീടമാണ്. ഇതിൻ്റെ പുറം വളരെ മിനുസമുള്ളതും മനോഹരവും വെൽവെറ്റ് പോലെ ഇരിക്കുന്നതുമാണ്. കുട്ടികൾ ഇതിനെ തിരയാറുണ്ട് പലപ്പോഴും. മഴക്കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇലകളിൽ ഒരു രക്ത പൊട്ട് പോലെ, ചുവപ്പ് നിറത്തിലുള്ളൊരു പൊട്ട് പോലെ കാണപ്പെടുന്നതിന് അത്തരത്തിലുള്ള ഒരു മഴക്കാല കീടം, ഇന്ദ്രഗോപം എന്നും പേരുണ്ട് ഇതിന്. ബീർ ബഹൂട്ടി എന്ന പാഠഭാഗത്തേക്ക് നമുക്ക് പോകാം. അതിനു മുൻപ് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പോലെ ഇതിൻ്റെ കഥയുടെ ഒരു ചെറിയ സാരാംശം നിങ്ങൾ നേരത്തെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന 5ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ബേല എന്ന പെൺകുട്ടിയുടെയും സാഹിൽ എന്ന ആൺകുട്ടിയുടെയും നിഷ്കളങ്ക സ്നേഹത്തിൻ്റെ കഥയാണ് ബീർ ബഹൂട്ടി. അവരൊരുമിച്ചാണ് സ്കൂളിൽ പോകുന്നത്. മഴയുള്ള ദിവസങ്ങളിലൊക്കെ, അല്ലെങ്കിൽ മഴയുള്ള സമയങ്ങളിലൊക്കെ വഴിയരികിലെ വയലിൽ ഈ ബീർ ബഹൂട്ടികളെ, അതായത് മഴക്കാല കീടങ്ങളെ അവർ തിരയാറുണ്ട്. മിനുസമുള്ള മനോഹരമായ ഈ പ്രാണികളെ നോക്കുന്നത് അവരുടെ ഒരു വിനോദമായിരുന്നു. ക്ലാസ്സിലാണെങ്കിൽ രണ്ടുപേരും അടുത്തടുത്താണ് ഇരിക്കുന്നത്. പഠിക്കുന്നതും എഴുതുന്നതും കളിക്കുന്നതും എല്ലാം അവർ ഒരേ മനസ്സോടെയാണ് ചെയ്തിരുന്നത്. അവരുടെ മനസ്സിലെ അലോസരപ്പെടുത്തിയ സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഗണിതാധ്യാപകൻ ബേലായോട് മോശമായി പെരുമാറിയതാണ്. അവർക്കത് ഇരു കൂട്ടർക്കും ദുഃഖമുണ്ടാക്കുന്നു. അതിനുശേഷം ബേലായുടെ കാലിൽ പരിക്ക് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സാഹിലിൻ്റെ കാലിൽ മാണി കൊള്ളുന്നുണ്ട്. രണ്ടുപേരും എന്നിട്ട് ബാൻഡേജ് ഇട്ടിട്ട് എല്ലാവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന കാഴ്ച നമുക്ക് കാണുന്നുണ്ട്. എല്ലാ രീതിയിലും അവർ ഒന്നിച്ചാണ് നിൽക്കുന്നത്. 5ാം ക്ലാസ് കഴിഞ്ഞു 6ാം ക്ലാസ്സിലെത്തിയപ്പോൾ രണ്ടുപേർക്കും വേറെ സ്കൂളുകളിൽ പോകണം. അവരുടെ വിട പറയൽ ശരിക്കും എല്ലാവരുടെയും കണ്ണ് നനയിക്കുന്നതാണ്. ഹൃദയസ്പൃക്കായ ഒരു കാഴ്ചയാണ്. നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. നോക്കാം, ആദ്യത്തെ ഭാഗം നോക്കി. ബാദൽ ബഹുത്ത് ബർസ് ലിയേ ഥേ. മഴ നന്നായി പെയ്തിരുന്നു. ബാദൽ ബർസന എന്ന് പറഞ്ഞാൽ മഴ പെയ്യുക. മഴ നന്നായി, ബാദൽ ബഹുത്ത് ബർസ് ലിയേ ഥേ, മഴ നന്നായി പെയ്തു കഴിഞ്ഞിരുന്നു. ഫിർബി എന്നിട്ടും, ധാരാളം, ബഹുത്ത് സാര എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം, പാനി. ഉന്മേം, ഉന്മേം ബച്ചാ ഹുവാ ഥ, അവയിൽ മേഘങ്ങളിൽ നർത്ഥം, അവയിൽ നിന്ന് മേഘങ്ങളിൽ അവശേഷിച്ചിരുന്നു. വേ അവ, ഖേത്തോം ജംഗലോം കെ ഊപ്പർ ഛായേ ഹുയേ ഥേ, വയലുകളുടെയും കാടുകളുടെയും മുകളിൽ ഊപ്പർ ഛായേ ഹുയേ ഥേ, വ്യാപിച്ചു കിടന്നു. അതുപോലെ സാര ആകാശ്, മുഴുവൻ ആകാശവും മേഘോം സേ ഭരാത, മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. മേഘോം കി ഛായാവോമേ, മേഘങ്ങളുടെ തണലിൽ. ഗീലി ഹവായ, ഛായാവോം, ഛായ എന്ന് പറഞ്ഞാൽ തണൽ അല്ലെങ്കിൽ നിഴൽ. ഗീലി ഹവായ, ഗീലി എന്ന് പറഞ്ഞാൽ നനഞ്ഞ കാറ്റ്. ഇധർ ഉധർ, അങ്ങിങ്ങായി. ഘൂം രഹീതി, ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. കാറ്റ്, ഇളം കാറ്റ് അവിടെ ഇവിടെയായിട്ട് ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. ഇനി പേടോം കെ തനെ, മരങ്ങളുടെ തായ്തടികൾ.
തനെ എന്ന് പറഞ്ഞാൽ ശരീരം നടത്തും, ഇവിടെ തായ്തടി. അബീ ബി ഗീലേ ഥേ, ഇപ്പോഴും നനഞ്ഞിരുന്നു. മൂങ്കാഫലിയോം കെ ഹരേ ഖേത്തോമേ, നിലക്കടല പാടങ്ങളിൽ. പീലേ ഫൂൽ, പീലേ എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറത്തിലുള്ള ഫൂൽ, പുഷ്പങ്ങൾ. അബീ ബി ഗീലേ ഥേ, ഇപ്പോഴും നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഖേത്തോമേ ഛോട്ട ഛോട്ട ബാജറ ഉഗാഥ, വയലുകളിൽ ചെറിയ ചെറിയ ബാജറ, ചോളം, ഉഗാഥ, കിളിർത്ത് വന്നിരുന്നു. ബാജറയ്ക്ക് ലംബെ പത്തലെ പാത്തോമേ, ഈ ചോളത്തിൻ്റെ നീളമുള്ള കനം കുറഞ്ഞ ഇലകളിൽ പാനീക്കി ബൂന്തേയും അട്ടിക്കി ഹുയീതി, ജലത്തുള്ളികൾ അടങ്ങിയിരുന്നു. അട്ടിക്കി ഹുയീതി, അടങ്ങിയിരുന്നു. ബാരിഷ് കി ഹവാമേ, ബാരിഷ് കി ഹവാമേ, ഈ മഴയോടൊപ്പം നിന്നുണ്ടായ കാറ്റിൽ ഗീലെ ഖേത്തോം और बारिश की हरियाली की गंध ठुली हुई थी. ഗീലെ ഖേത്തോം, നനഞ്ഞ വയലുകളുടെയും, ബാരിഷ് കി ഹരിയാലി കി ഗന്ധ്, മഴ, ബാരിഷ് കി ഹരിയാലി, എന്താ ഹരിയാലി എന്ന് പറഞ്ഞാൽ പച്ചയുള്ള, പച്ച പിടിച്ച എന്നർത്ഥം. ബാരിഷ് കി ഹരിയാലി കി ഗന്ധ്, ആ പച്ചപ്പിൻ്റെ, മഴയോടൊപ്പമുള്ള പച്ചപ്പിൻ്റെ ഗന്ധവും തുലി ഹുയി ഥി, അല്ലേ, അലിഞ്ഞു ചേർന്നിരുന്നു. തുലി ഹുയി ഥി, അലിഞ്ഞു ചേർന്നിരുന്നു. ഹരിയാലി, പച്ചപ്പ്. ബാരിഷ് കി ഹരിയാലി എന്ന് പറഞ്ഞത് എന്താ? മഴയോട് കൂടിയുള്ള പച്ചപ്പ്, അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും പുസ്തകമൊക്കെ എടുത്തിട്ട് ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും കയ്യിലെടുക്കണം. കയ്യിലെടുത്തിട്ട് വേണം എല്ലാവരും നോക്കാനായിട്ട്, അല്ലേ, അതാണ് ഹരിയാലി, അതെ, ബാരിഷ് കി ഹരിയാലി അതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുമ്പോൾ ഇതിൽ നിന്നൊരു പാരഗ്രാഫ് വന്നിട്ട് ആ പാരഗ്രാഫിൽ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ അറിയണം നിങ്ങൾ കേട്ടോ. ഹരിയാലി കി ഗന്ധ്, പച്ചപ്പിൻ്റെ ഗന്ധം. തുലി ഹുയി ഥി, തുലി ഹുയി എന്ന് പറഞ്ഞാൽ അലിഞ്ഞു ചേർന്നിരുന്നു എന്നർത്ഥം, കലർന്നിരുന്നു എന്നൊക്കെ അർത്ഥം. ഇനി അടുത്ത് ഉനേം ബീർബഹൂട്ടിയോം സെ മിൽന ഹോത്താത്ത, അവർക്ക് മഴക്കാല കീടങ്ങളെ കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. സോ ഇസ്ലിയെ എന്നർത്ഥം. അതുകൊണ്ട് വേ സ്കൂൾ കെ ലിയെ ഘർ സെ കുച്ച് സമയ പഹലെ നിക്കലാത്തേ थे, അതുകൊണ്ട് സ്കൂളിലേക്ക് വീട്ടിൽ നിന്നും കുറച്ച് സമയം നേരത്തെ തന്നെ അവർ യാത്ര തിരിച്ചിരുന്നു, പുറപ്പെട്ടിരുന്നു എന്നർത്ഥം. നിക്കലാന, പുറപ്പെടുക. കസ്ബേ സെ സട്ടേ, ആ ചെറിയ പട്ടണത്തിന് സമീപമായിട്ട്, ഇൻ ഖേത്തോമേം, ഈ വയലുകളിൽ, ബീർ ബഹൂട്ടിയാം ഖോജാ കർത്തേ थे, മഴക്കാല കീടങ്ങളെ അന്വേഷിക്കുമായിരുന്നു, പതിവായി അന്വേഷിക്കുമായിരുന്നു. അതാണ് ഖോജാ കർത്തേ थे. സുഖ്, മുലായം, ഗദ്ബദി, ബീർ ബഹൂട്ടിയാം. ബീർ ബഹൂട്ടിയാം എന്നതിനെ വിശേഷിപ്പിച്ചിട്ടുള്ള 3 പദങ്ങളാണത്, വിശേഷണ രൂപങ്ങളാണ്. സുഖ്ർ എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറമുള്ള, മുലായം, മാർദ്ദവമുള്ള, ഗദ്ബദി, മനോഹരമായ, അല്ലേ, മഴക്കാല കീടങ്ങൾ. ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ, ഇതിനെ എന്തുമായിട്ടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്? ധർത്തി പർ, ഭൂമിയിൽ, ചൽത്തി ഫിർത്തി, ചുറ്റിക്കറങ്ങുന്ന, ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ, രക്തത്തിൻ്റെ പ്രിയപ്പെട്ട രക്തത്തുള്ളികൾ, പ്യാരി പ്യാരി, മനോഹരമായ രക്തത്തുള്ളികളായിട്ടാണ് താരതമ്യം ചെയ്തത്, അല്ലേ, തുലനം ചെയ്തിരിക്കുന്നത്. ഉൻകെ ബസ്തേ, ഇനി അവരുടെ സഞ്ചി, ബസ്തേ എന്ന് പറഞ്ഞാൽ സ്കൂൾ ബാഗ്, ഉൻകി പേഠ് പർ ലദേ ഹോത്തേ थे, അല്ലേ, എവിടെയാണത് ചുമന്നിരുന്നത്? പീഠ് പർ, പീഠ് പറഞ്ഞാൽ പുറത്ത്, അല്ലേ, ചുമലിൽ, അല്ലേ, പീഠ് പർ ലദേ ഹോത്തേ थे, പുറത്ത്, അല്ലേ, എന്താ ചുമന്നിരുന്നു. കംധോം പർ ഠങ്കേ ഹോത്തേ थे, അത് തോളിൽ ഇങ്ങനെ തൂക്കിയിട്ടിരുന്നു. ഠങ്കേ ഹോത്തേ थे, തൂക്കിയിട്ടിരുന്നു. വേഗ് ദൂസരേക്ക് ബഹുത്ത് നസ്ദീക്, ഇവർ പരസ്പരം വളരെ അടുത്ത്, നസ്ദീഖ്, വെരി നിയർ, വളരെ അടുത്തിരുന്ന്. ബൽക്കി കഹനാ ചാഹിയെ ബിൽക്കുൽ സഡ്കർ, അല്ലേ, നേരെ മറിച്ച് പറയണം വളരെയധികം, അല്ലേ, തികച്ചും അടുത്തടുത്ത്. ബീർ ബഹൂട്ടിയാം ഹോസ്തേത്, അത്രയ്ക്ക് നിഷ്കളങ്കരായുള്ള പിള്ളേരാണ്, കുട്ടികളാണ്, അല്ലേ, നിഷ്കളങ്കരായ കുട്ടികളാണ്. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും. ആ നിഷ്കളങ്കതയോടുകൂടി അടുത്തടുത്തിരുന്ന് അവർ ഇതിനോട് ചേർന്ന് ബീർ ബഹൂട്ടികളെ, ഇന്ദ്രഗോപങ്ങളെ അല്ലെങ്കിൽ മഴക്കാല കീടങ്ങളെ തിരയുമായിരുന്നു, ഖോജന, അന്വേഷിക്കുക. ഉन्हें देखने के लिए वे बारिश की गंधभरी भूरी ज़मीन पर बैठ जाया करते थे. അതിനെ നോക്കാൻ വേണ്ടിയിട്ട് ഉന്നേം എന്ന് പറഞ്ഞാൽ ഉൻകോ, ബീർ ബഹൂട്ടിയോംകോ എന്നർത്ഥം. ഈ ഇന്ദ്രകോപങ്ങളെ അല്ലെങ്കിൽ മഴക്കാല കീടങ്ങളെ കാണാൻ വേണ്ടിയിട്ട്
വേ ബാരിഷ് കി ഗന്ധഭരി ഭൂരി സമീൻ പർ, മഴ പെയ്ത് അല്ലേ ഗന്ധമുള്ള, മഴ പെയ്ത് മഴയുടെ ഒരു ഗന്ധമുള്ള ഭൂരി സമീൻ പർ അല്ലേ, അത് നിറഞ്ഞു കിടക്കുന്ന, ആ ഗന്ധം നിറഞ്ഞു കിടക്കുന്ന ഭൂരി സമീൻ പർ, തവിട്ട് നിറമുള്ള അല്ലേ ആ ഭൂമിയിൽ അല്ലെങ്കിൽ മണ്ണിൽ ബൈറ്റ് ജായ കർത്തേതെ അല്ലേ ഇരിക്കാറുണ്ടായിരുന്നു. ഇതാണ് പറയുന്നത്, ബൈറ്റ് ജായ കർത്തേതെ ഇരിക്കുമായിരുന്നു. ബേല ദേഖോ ഇസ് ബീർബഹൂട്ടി കാ രംഗ് തുമാരെ റിബൺ കെ ജൈസ ലാൽ ഹേ, സാഹിലിനെ കഹ. സാഹിൽ പറഞ്ഞാണ്, ബേല നോക്കൂ, ഈ ബീർബഹൂട്ടിയെ കണ്ടോ, ഇതിൻ്റെ നിറം തുമാരെ റിബൺ കെ ജൈസ ലാൽ ഹേ, നിൻ്റെ റിബണിനെ പോലെ തന്നെ നല്ല ചുവപ്പ് കളറാണ്, ചുവപ്പ് നിറമാണ്. സാഹിലിനെ കഹ, സാഹിൽ പറഞ്ഞു. തുമ്നെ കുച്ച് സുനാ ബേല, ബേല നീ എന്തെങ്കിലും കേട്ടോ? ഹാ സുനാ, പഹലി ഖണ്ഡി ലഗ് ഗയി ഹേ, സ്കൂളിലെ ഒന്നാമത്തെ ബെല്ല്, ഫസ്റ്റ് ബെല്ല് അടിക്കണ ശബ്ദമാണ് കേൾക്കുന്നത്, അത് കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ലേക്കിൻ മുझे പെൻ മേം സ്യാഹി ഭി ബർവാനി ഹേ ദുകാൻ സേ, പക്ഷെ എനിക്ക് കടയിൽ നിന്നും പേനയിൽ മഷി നിറയ്ക്കാനുണ്ട്. ഭർവാനി, ഭർവാന നിറയ്ക്കുക, അവരെ കൊണ്ട് നിറപ്പിക്കുക, ഒരു പ്രേരണാർത്ഥക ക്രിയയാണിത്. ഭർണ എന്ന് പറഞ്ഞാൽ നിറയുക, ഭർവാന എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്, അതാണ് പ്രേരണാർത്ഥക ക്രിയ എന്ന് പറയുന്നത് കേട്ടോ. അതൊക്കെ നോട്ട് വെച്ചോളൂ കേട്ടോ. ലേക്കിൻ എന്നാൽ, മുച്ചേന്ന് പിരിച്ചു പറഞ്ഞേ, അതിൻ്റെ കോ വിഭക്തി പ്രത്യയമുള്ളത്, മേം പ്ലസ് കോ ആണ്. മുച്ചുക്കോ അതിൻ്റെ ചുരുക്കരൂപമാണ് മുച്ചയെ. പെൻമേ പേനയിൽ, സ്യാഹി എന്ന് പറഞ്ഞാൽ മഷി, സ്യാഹി ബി ഭർവാനി ഹെ, സ്യാഹി ശ്രീലിംഗ ശബ്ദം ആയതുകൊണ്ടാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചിലപ്പോൾ ഇങ്ങനെ 3-4 ഓപ്ഷൻ തരും. സ്യാഹി ഭർവാനി ഹെ, സ്യാഹി ഭർവാനെ ഹെ, സ്യാഹി ഭർവാന ഹെ എന്നൊക്കെ തരും. മുझे പെൻമേ സ്യാഹി ബി ഭർവാനി ഹെ, ഏതാണ് ശരി? സ്യാഹി ബി ഭർവാനി ഹെ, സ്യാഹി ശ്രീലിംഗ ശബ്ദമാണ്. ദുകാൻ സെ എവിടെ നിന്നാ? കടയിൽ നിന്ന്. അടുത്ത് 1981 സാൽ അല്ലേ, 1981 വർഷം. 1981 സാൽ, 1981 വർഷം. राजस्थान में जयपुर के नज़दीक सवारी गाड़ियाँ और मालगाड़ियों से सदा भरा फुलेरा जंक्शन. രാജസ്ഥാനിൽ ജയ്പൂർ അതിന് സമീപം, രാജസ്ഥാനിലെ സ്ഥലമാണ് ജയ്പൂർ എന്ന് പറയുന്നത്. രാജസ്ഥാൻ ജയ്പൂർ കെ നസ്ദീക് സമീപമുള്ള സവാരി ഗാഡിയും, സവാരി ഗാഡി യാത്രാവണ്ടികൾ, അവർ മാൽ ഗാഡിയോം സെ ചരക്ക് വാഹനങ്ങളുടെ, സദാഭര എന്നും നിറഞ്ഞു നിൽക്കുന്ന ഫുലേര ജംഗ്ഷൻ, ഫുലേര ജംഗ്ഷൻ എപ്പോഴും തിരക്കുള്ള ജംഗ്ഷനാണ് ഫുലേര ജംഗ്ഷൻ. കസ്ബെ കി ലഗ്ഭഗ് സൂനി തങ് ഗലിയ, കസ്ബ, കസ്ബ എന്ന് പറയുന്നത് എന്താ? പട്ടണപ്രദേശം അല്ലേ. കസ്ബേക്ക് ലഗ്ഭഗ് ഏകദേശം, മിക്കവാറും എന്നൊക്കെ പറയും. സൂനി തങ് ഗലിയാം, ഗലിയാം എന്ന് പറഞ്ഞാൽ തെരുവുകൾ, ഗലിയാം അല്ലേ, ഇടതിങ്ങിയ. തങ്ക് എന്ന് പറഞ്ഞാൽ ഇടതിങ്ങിയ, തങ്ക്. നിങ്ങൾ ബുക്കൊക്കെ എടുത്തിട്ട് ഇതൊക്കെ എഴുതി വെക്കണം കേട്ടോ. വീഡിയോ കാണാം, എങ്കിൽ കൂടി നിങ്ങളത് എഴുതി വെക്കുന്നത് നല്ലതാണ് കേട്ടോ, വളരെ ശ്രദ്ധിക്കുക. അപ്പം പറഞ്ഞിരിക്കുന്നത് വിജനവും അതുപോലെ തന്നെ ഇടുങ്ങിയതുമായ തെരുവുകളെയാണ് ഈ പറയുന്നത്. സൂനി എന്ന് പറഞ്ഞാൽ വിജനമായത്, ആരുമില്ല, അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത, ഇടതിങ്ങിയ അല്ലെങ്കിൽ ഇടുങ്ങിയ, സൂനി ഇടുങ്ങിയ ഗലിയ, ഗലിയാം തെരുവുകൾ. गलियों में खामोश खड़े बिजली के खंबे, गलियों में തെരുവുകളിൽ ഖാമോഷ് ഖഡേ, ഖാമോഷ് നോട്ട് ചെയ്യുക എല്ലാവരും. ബിജലി കെ ഖംബ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് പോസ്റ്റുകളാണ് അല്ലേ. ഖാമോഷ് എന്ന് പറഞ്ഞാൽ നിശബ്ദമായി നിൽക്കുന്ന, അനങ്ങാതെ നിൽക്കുന്ന, ഇതൊരു വർണ്ണനയാണ്. ഗലിയോമേം ഖാമോഷ് ഖഡേ, നിശബ്ദമായി നിൽക്കുന്ന, ബിജലി കെ ഖംബെ, അത് ജീവനൊന്നുമില്ല എങ്കിൽ കൂടിയും അങ്ങനെ പറയാണ്, യാതൊന്നും അനങ്ങുന്നില്ല, അത് അനങ്ങാതെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാതെ അല്ലേ നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ. ഖംബോം കെ ബീച്ച് ഖീഞ്ചി താരോം കി കഥായും, ഈ ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് ഇടയ്ക്ക് വലിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ വലിച്ച ഖീഞ്ചി താരോം കി കഥാരെ, കമ്പികളുടെ നിര, ഇലക്ട്രിക് കമ്പികൾ വലിച്ചിട്ടുണ്ട് അതിനിടയിൽ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഖംബോം കെ ബീച്ച് ഖീഞ്ചി, ഖീഞ്ചിനെ വലിക്കുക. താരോം കി ഖതാരയും, താരോം കി ഖതാര എന്ന് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് കമ്പികളുടെയാണ്.
കമ്പികളുടെ നിരകൾ, കതാരേം നിരകൾ. ഇൻ ഗലിയോമേം ജഹാം തഹാം ദിഖായി പട്ടെ മീठी ഖണ്ടിയാം ബെസ്തെ ഫേരി വാലെ. ഈ തെരുവുകളിൽ അവിടെ ഇവിടെയായിട്ട് എന്താണ് കാണപ്പെടുന്നത്? ദിഖായി പഠന കാണപ്പെടുക. മീठी ഖണ്ടിയാം ബജാത്തെ മധുരതരത്തിൽ മണിമുഴക്കിക്കൊണ്ട്. ഫേരി വാലെ വഴിയോര കച്ചവടക്കാർ. ഫേരി വാലെ വഴി വാണിഭക്കാർ എന്നൊക്കെ പറയാം. ഫേരി വാലെ. एक अंधेरी सी गली में 6-7 गधों की खुरों की ठापों की आवासें. एक अंधेरी सी गली में ഇരുട്ട് പോലെ നിൽക്കുന്ന ഒരു തെരുവിൽ, ഇത്രയും ഇരുട്ട് തോന്നുന്ന ഒരു തെരുവിൽ 6-7 ഗഥോം കി, ഗഥോം എന്ന് ഉദ്ദേശിക്കുന്നത് കഴുതകളാണ്. ഖുരോം കി ടാപ്പോം കി ആവാസ, അതിൻ്റെ അതിൻ്റെ കുളമ്പടി ശബ്ദം കേൾക്കാം. ഖുരോം കി ഠാപ്പോം കി ആവാസ്, അതിൻ്റെ കുളമ്പടി ശബ്ദവും കേൾക്കാം. ഉസ്കെ പീछे ചൽത്താ ഏക്ക് ബദൻ ഉഖാടെ കുംഹാർ, അതിൻ്റെ അവരുടെ പുറകിലായിട്ട് ഒരു വസ്ത്രം ഷർട്ടൊന്നും ഇടാത്ത, അതാണ് ഉദ്ദേശിക്കുന്നത്. ഏക്ക് ബദൻ ഉഖാടെ വസ്ത്രമൊന്നും ധരിക്കാത്ത എന്നുള്ളതാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഷർട്ട് ഇടാത്തതാണ്. കുംഹാർ ഒരു കുശവൻ അല്ലേ, കുശവൻ എന്ന് കേട്ടിട്ടില്ലേ, കുംഹാർ. ഇസി ദൃശ്യക്കെ ബീച്ച് സെ ഗുസർത്തെ ഹുയെ ദോ സ്കൂളി ബച്ച്, ഈ കാഴ്ചക്കിടയിലായിട്ട് അല്ലേ പ്രത്യക്ഷപ്പെടുന്ന 2 സ്കൂൾ പിള്ളേർ, അതാണ് ബേല और സാഹിൽ. ഇതാണ് നമ്മുടെ കഥാപാത്രം ബേല और സാഹിൽ. ഉൻ ദിനോം പെൻമേം 5 പൈസേമേം നീലി സ്യാഹി ഭരി ജാത്തി थे. ആ ദിവസങ്ങളിൽ അക്കാലങ്ങളിൽ പേനയിൽ 5 പൈസ കൊടുത്തു കഴിഞ്ഞാൽ നീലമഷി നിറച്ച് തരുമായിരുന്നു. സ്റ്റേഷനറിക്ക് ദുക്കാൻ വാലെ ഡ്രോപ്പർ സെ പെൻമേ സ്യാഹി ഭർത്തേ थे. സ്റ്റേഷനറി കടയിലെ കച്ചവടക്കാരൻ ഡ്രോപ്പർ കൊണ്ട് പേനയിൽ മഷി നിറയ്ക്കുമായിരുന്നു. ആണ് ഭർണ നിറയ്ക്കുക കേട്ടോ. ആണ് ഡ്രോപ്പർ സെ പെൻമേ സ്യാഹി ഭർത്തേ थे നിറയ്ക്കുമായിരുന്നു. പെൻമേ കുച്ച് സ്യാഹി ബെച്ചി തി, പേനയിൽ കുറച്ച് മഷി അവശേഷിച്ചിരുന്നു. ബെച്ചി തി അവശേഷിക്കുക, അവശേഷിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവശേഷിച്ചിട്ടുണ്ടായിരുന്നു എന്നർത്ഥം. ഉസേ അത് സാഹിൽ എന്താ ചെയ്തേ? ഉസേ സാഹിലിനെ ജമീൻ പർ ചിടക് ദിയ, അത് സാഹിലുടൻ തന്നെ നിലത്ത് കുടഞ്ഞു കളഞ്ഞു, മറിച്ച് കളഞ്ഞു, ഒഴിച്ചു കളഞ്ഞു. ചിടക് ദിയ നിലത്തേക്ക് കുടഞ്ഞു കളഞ്ഞു. നയി സ്യാഹി ബർവാനെ കേലിയ ദോനോം ദുക്കാൻ പർ പहुंचे, കടയിൽ നിന്ന് പുതിയ മഷി നിറയ്ക്കാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് പഴയ മഷിയൊക്കെ കുടഞ്ഞു കളഞ്ഞു. പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട് കടയിലെത്തി. ഏക് പൻ സ്യാഹി ബർദോ സാഹിൽ സെ പഹലേ ഹി ബേലാനെ ദുക്കാൻ വാലെ സെ കഥ. സാഹിൽ പറയുന്നതിന് മുമ്പ് തന്നെ ബേല കടക്കാരനോട് പറഞ്ഞു, ഒരു പേന മഷി നിറച്ചു എന്ന് പറഞ്ഞു. ബേട്ടാ സ്യാഹിക്ക് ബോതൽ അഭി ഖാലി ഹോ ഗയി ഹെ. ഓനെ മഷി ഉണ്ടായിരുന്ന കുപ്പി ഇപ്പം അങ്ങോട്ട് കാലി ആയതേ ഉള്ളൂ, അത് തീർന്നിരിക്കുകയാണ്, മഷി തീർന്നിരിക്കുകയാണ്. അബത്തോ കൽഹി മിൽപ്പായകി, ഇപ്പോൾ അങ്ങനെ നാളെ കിട്ടുള്ളൂ, നാളെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അബത്തോ കൽഹി മിൽപ്പായകി, നാളെ കിട്ടും എന്ന് പറഞ്ഞു. ലേക്കിൻ ഇസ്നെ തോ പെൻമേൻ ജോ സ്യാഹി ധി ഉസേ ഭി ജമീൻ പർ ചിടക് ദിയ, കുറച്ച് മഷി ഉണ്ടായിരുന്നത് പെനിലുണ്ടായിരുന്നത് ഇവന് താഴെ കുടഞ്ഞു കളഞ്ഞു. ബേല ബോലി, ബേല പറഞ്ഞു. ഇത് കഹ എന്ന് പറയാൻ ബേലാനെ എന്ന് പറയും. ബേലാനെ കഹ എന്ന് പറഞ്ഞാൽ മതി. ബേലാനെ കഹ. ബോൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നേ പ്രത്യയം ചേർക്കില്ല. ബോൽ ഭൂൽ എന്നീ ക്രിയകൾക്ക് മുമ്പിൽ നേ പ്രത്യയം ചേർക്കാറില്ല. ഇവിടെ കഹു ഉപയോഗിക്കുമ്പോൾ നേ പ്രത്യയം ചേർക്കണം. ഇപ്പോൾ ബേലാനെ, പിന്നെ നമ്മൾ ബേല എന്നുള്ളത് ശ്രീലിംഗ ശബ്ദമാണെങ്കിലും അവിടെ കഹ എന്ന് ഉപയോഗിക്കുള്ളൂ. അതായത് നേ പ്രത്യയം ചേർക്കുമ്പോൾ കർത്താവിൻ്റെ ലിംഗവചനത്തിനല്ല പ്രാധാന്യം കർമ്മത്തിൻ്റെയാണ്. അവിടെ കർമ്മം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുല്ലിംഗം ഉപയോഗിക്കുള്ളൂ, ബോല എന്ന് ഉപയോഗിക്കും. ഇവിടെ അതങ്ങനെയല്ല, ബേല ബോലി എന്നാണ്. നേപ്രത്യം ഇല്ല, ബേല എന്നുള്ള സബ്ജക്റ്റിനനുസരിച്ചാണ് ക്രിയ പോകുന്നത്. അതുകൊണ്ട് ബോലി. ഇവിടെ നേപ്രത്യം ആവശ്യമില്ല. ശ്രദ്ധിച്ച് വയ്ക്കാം, നോട്ട് ചെയ്ത് വയ്ക്കാം കേട്ടോ. ബാദൽക്കോ ദേക്കർ ഖടേക്കോ നെഹിം ധുലാന ചാഹിയെ, ആകാശത്തെ മേഘത്തെ കണ്ടിട്ട് കുടത്തിലെ വെള്ളം കമഴ്ത്തുന്നത് ശരിയല്ല, കുമഴ്ത്തരുത്. ഖടേക്കോ നെഹിം ധുലാന ചാഹിയെ, കുടത്തിലെ വെള്ളം കമഴ്ത്തി കളയരുത്. ദുക്കാൻ വാല ഭയ്യാനെ കഹ, ആ കടക്കാരൻ ചേട്ടൻ പറഞ്ഞു. അവർ പൂച്ച എന്ന് ചോദിച്ചു അല്ലേ. ബാദൽക്കോ ദേക്കർ ഖടേക്കോ നെഹിം ധുലാന ചാഹിയെ, ദുക്കാൻദാറിനെ ഐസാക്കിയോ കഹ എന്തോന്നാ പറഞ്ഞത്? ആകാശത്ത് മഴ പെയ്യുമെന്ന് കണ്ടിട്ട് നമ്മൾ
മേഘത്തെ കണ്ടിട്ട് ആകാശം നോക്കുമ്പോൾ മേഘമുണ്ട്, അതുകൊണ്ട് മഴ പെയ്യും എന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു, വീട്ടിലുണ്ടായിരുന്ന കുടത്തിലെ വെള്ളമൊക്കെ കമഴ്ത്തി കളഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യുമെന്നൊന്നും ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് അത് കിട്ടുമെന്നൊന്നും ഉറപ്പില്ല. അത് വിഡ്ഢിത്തമാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ കേട്ടോ? ഈ പ്രവൃത്തി ഒരു മൂർഖതയാണ്. മൂർഖത എന്ന് പറഞ്ഞാൽ വിഡ്ഢിത്തമാണ്. ഇതിൽ പറയും മൂർഖത എന്ന് പറയും കേട്ടോ. പഠിക്കണം അത്. ഇപ്പോൾ ദുക്കാൻ വാലെ പയ്യാനെ കഹാ ഓർ പൂച്ച കോൺസിമേ പഠിത്തേ ഹോ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ അല്ലേ? തും കോൺസിമേ പഠിത്തേ ഹോ, നിങ്ങളൊക്കെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പാഞ്ചുവി മേ സാഹിൽ ने ऐसे बुरे मन से बताया जैसे പാഞ്ചുവി മേ പഠന പാപ് ഹോ അല്ലേ? ആരാ പറഞ്ഞേ? സാഹിലാണ് പറഞ്ഞത്. 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഏതാണ്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് പാപമാണെന്ന് അല്ലേ തോന്നുമാറ് വളരെ വിഷമത്തോടു കൂടിയാണ് സാഹിൽ പറഞ്ഞത്. 5ാം ക്ലാസ്സിലാണെന്ന് അല്ലേ? 5ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്ട് പാപമാണെന്ന് അല്ലേ? അങ്ങനെ വിചാരിക്കുമാറ്. മനസ്സിലായ? വിഷമമുള്ള മനസ്സോടു കൂടിയാണ് സാഹിൽ പറഞ്ഞത് 5ാം ക്ലാസ്സിലാണ് എന്ന് പറഞ്ഞത്. ദോനോ രണ്ടുപേരും അങ്ങനെയാണോ? ദുക്കാൻ വാലേ ഭയ്യാനെ കഹ, മനസ്സിലായ? പിടിയക്കാരൻ ചേട്ടൻ ചോദിച്ചു. രണ്ടുപേരും? ഹാ ദോനോ, അതെ ഞങ്ങൾ രണ്ടുപേരും. അവർ ഹം ദോനോം കാ സെക്ഷൻ ബി ഏക്കി ഹെ, ഞങ്ങൾ രണ്ടുപേരുടെ ഡിവിഷനും ഒന്ന് തന്നെയാണ്, എ ഡിവിഷനാണ്. ബേലാനെ ഐസേ ഖുശ് ഹോക്കർ ബതായ, ബേല ഇത് വളരെ സന്തോഷത്തോടുകൂടിയാണ് പറഞ്ഞത്. ജൈസേ കോയി ബഹുത്ത് ബഡീ ബാത്തോ, ഇത് ഏതാണ്ട് വലിയ കാര്യമാണെന്ന് അല്ലേ നമുക്ക് വിചാരിക്കുന്നത് പോലെ, ഏതോ വലിയ കാര്യം പറഞ്ഞതുപോലെ രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എ ഡിവിഷനിലാണെന്ന് പറഞ്ഞപ്പോൾ അല്ലേ അത് വലിയ കാര്യമാണെന്ന് അല്ലേ വിചാരിച്ചാണ്, വളരെ സന്തോഷത്തോടു കൂടിയാണ് ബേല പറഞ്ഞത്. ബേലാനെ ഐസേ ഖുശ് ഹോക്കർ, എന്താ ഖുശ് ഹോക്കർ സന്തോഷത്തോടു കൂടി. ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠേതേ, ക്ലാസ്സിലാണെങ്കിൽ രണ്ടുപേരും അടുത്തടുത്തായി ഇരുന്നിരുന്നത്. കോപ്പി മേം കാം കർത്തേത്തോ, കോപ്പി ബുക്ക് അല്ലേ എഴുതുമ്പോൾ ദോനോ കാപ്പി മേം കാം കർത്തേതേ, രണ്ടുപേരും ഈ കോപ്പി ബുക്ക് എഴുതുമായിരുന്നു. ഒരാൾ ചെയ്യുന്നത് എന്താണോ അത് തന്നെ മറ്റേയാളും ചെയ്തുകൊണ്ടിരുന്നു. രണ്ടുപേരും അല്ലേ ഒരേപോലെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. കിതാബ് പഠിത്തേത്തോ, പുസ്തകം വായിക്കുകയാണെങ്കിലോ ദോനോ കിതാബ് പഠിത്തേ, രണ്ടുപേരും വായിക്കും പുസ്തകം. അത് മാത്രമല്ല ബൽക്കി നേരെ മറിച്ച് പാഠ് ബി ഏക്ക് ഹി പഠിത്തേ, അവർ പഠിക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന പാഠഭാഗങ്ങളും ഒന്ന് തന്നെയായിരിക്കും, ഒരേ പാഠഭാഗം. സാഹിൽ ചമക്കുടി സൻ സത്താവൻ മേം അല്ലേ, ഒരാൾ വായിക്കുന്നതാണ് ചമക്കുടി സൻ സത്താവൻ മേം 57 അല്ലേ പ്രകാശിച്ച അല്ലേ യഹ് തൽവാർ, ഈ വാള് പുരാനി തീ പഴയതായിരുന്നു എന്ന് പുസ്തകം നോക്കി വായിക്കുന്നതാണ്. പഠിത്താത്തോ ബേലാബി, അപ്പോൾ ബേല അത് തന്നെ വായിക്കും ചമക്കുടി സൻ സത്താവൻ മേം അപ്പോൾ തൽവാർ പുരാനി തീ, അതേ സെൻറ്റൻസ് തന്നെ രണ്ടുപേരും അല്ലേ മാറി മാറി പറയും. ബേല കഹത്തി ബഹൻജി പാനി പീനെ ചലി ജാവൂ അല്ലേ, ചേച്ചി വെള്ളം കുടിക്കാൻ പോവുകയാണ് അല്ലേ പോകട്ടെ എന്നാണ്. സാഹിൽ ബി കഥ, അപ്പോൾ സാഹിലും പറയും ബഹൻജി പാനി പീനെ ചലാ ജാവൂ അല്ലേ, ചേച്ചി വെള്ളം കുടിക്കാൻ പോകട്ടെ, അത് തന്നെ ആവർത്തി പറയും. ഗണിത് കെ മാട്ട് സാബ് സുരേന്ദ്ര ജി കാ പീരിയഡ് ഖേൽഖണ്ഡി കെ ബാദ് ആത്താ ഥാ, ഗണിതാധ്യാപകനായ മാട്ട് സാബ്, അതാണ് ഗണിതാധ്യാപകനായ സുരേന്ദ്രജി, അദ്ദേഹത്തിൻ്റെ പീരിയഡ് ഖേൽഖണ്ഡി കെ ബാദ് ആത്താ ഥാ, ഡ്രില്ല് പീരീഡ് കഴിഞ്ഞിട്ടായിരുന്നു വന്നിരുന്നത്. ബച്ചേ ഉൻസെ കാംതേതേ, കുട്ടികൾക്ക് അദ്ദേഹത്തെ ഭയങ്കര പേടിയായിരുന്നു. അദ്ദേഹത്തെ കാണുമ്പോൾ പേടിച്ച് പറയ്ക്കുമായിരുന്നു, കാമ്പിനെ പറയ്ക്കുക. അവർ ഖേൽഖണ്ഡി ബന്ധുകോനേസെ 2 മിനിറ്റ് പകലെ, ഡ്രില്ല് പീരീഡ് കഴിയുന്നതിന് 2 മിനിറ്റ് മുമ്പ് തന്നെ അപ്പനെ ജഗഹോം പർ ആക്കർ ബൈറ്റ് ജാത്തിയത്, കുട്ടികൾ അവരവരുടെ സീറ്റിൽ വന്നിരിക്കുമായിരുന്നു. അടുത്ത പീരീഡ് കണക്ക് ക്ലാസ്സാണ്. എടുക്കുന്നതാരാ? സുരേന്ദ്രജി, വാട്സാപ്പ് സുരേന്ദ്രജി. അദ്ദേഹത്തിൻ്റെ ക്ലാസ് വളരെയധികം എല്ലാവർക്കും പേടിയായിരുന്നു, അതുകൊണ്ട് നേരത്തെ വന്ന് ഇരിക്കുമായിരുന്നു. സുരേന്ദ്രജി വാട്സാപ്പ് ഇസി പീരിയഡ് മേ കോപ്പി ജാച്തേ थे, അദ്ദേഹം ഈ ഗണിതാധ്യാപകനായ സുരേന്ദ്രജി ആ പീരീഡിൽ കോപ്പി പുസ്തകങ്ങൾ പരിശോധിച്ചുകൊണ്ടിരുന്നു. ജറാസി ഗലത്തി पर बच्चों को इधर उधर फेंक देते थे या छापट मारने लगते थे, അല്പം തെറ്റ് കണ്ടാൽ കുട്ടികളെ അവിടെ ഇവിടെയായിട്ട് അത് ആ പുസ്തകങ്ങളൊക്കെ എടുത്ത് എറിയുമായിരുന്നു. അത് മാത്രമല്ല അവരെ അടിക്കാൻ തുടങ്ങുമായിരുന്നു. ചാപ്പട്ട് മാർന, അവരെ തല്ലുമായിരുന്നു. ഉൻക ഹാത്ത് ചലന ശുരു ഹോത്താ തോ രുക്താം ഭൂൽ ജാത്താ താ, കൈ അടിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, കൈ കൊണ്ട് അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അത് നിർത്താൻ തന്നെ മറന്നു പോകുമായിരുന്നു. രുക്കന നിർത്തുക, സ്റ്റോപ്പ് ചെയ്യുക, ഭൂല ജാത്താ താ മറന്നു പോകുമായിരുന്നു. വരാമത് സുരേന്ദ്രജി മാട്ട് സാബ്. കാപ്പി ജാഞ്ചന അർത്ഥം എന്താ? കോപ്പി പുസ്തകം പരിശോധിക്കുക. ജാഞ്ചന
പരിശോധിക്കുക എന്നർത്ഥം. പരിശോധിക്കുക നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ജറാസി ഗലത്തി, ഗലത്തി അർത്ഥം എന്താ? തെറ്റ്. ചെറിയ തെറ്റ് വന്നാൽ പിന്നെ ബച്ചോംകോ ഇധർ ഉധർ ഫേങ്ക് ദേത്തേത് അല്ലേ? അതാണ്. പുസ്തകം എടുത്ത് അവരുടെ നേരെ എറിയും. അല്ലെങ്കിലോ ചാപ്പട്ട് മാറിനെ ലഗ്തേത്, അവരെ നല്ല അടി വെച്ച് കൊടുക്കും. അങ്ങനെ ആരംഭിക്കും. ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താത്തോ, ഹാത്ത് ചലന എന്ന് പറഞ്ഞാൽ അടി കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രുക്കനാ ഭൂൽ ജാത്താ താ, അത് നിർത്താൻ അദ്ദേഹം മറന്നു പോകുമായിരുന്നു. एक दिन സുരേന്ദ്ര ജി മഠ് സാബിനെ ബേലാക്കെ ബാലോ മേ പഞ്ചാ ഫസായ. ഒരു ദിവസം സുരേന്ദ്ര ജി മഠ് സാബ് എന്ത് ചെയ്തു? ബേലയുടെ തലമുടിക്ക് പിടിച്ച് അല്ലേ വലിച്ചു. പഞ്ചാ ഫസായ. पर शायद जिस गलती को पाकर वे उसके हाथ बाल पकड़कर फेंकने वाले थे. എന്തോ തെറ്റ് കണ്ടിട്ടാണ് അപ്രകാരം ചെയ്തത് അല്ലേ? ലേക്കിൻ വ ഗലത്തി ഹി നഹി, പക്ഷെ അത് തെറ്റായിരുന്നില്ല. ഉന്നോനെ ബേലാക്കോ ഛോഡ് ദിയ, അത് കണ്ടപ്പോൾ അദ്ദേഹം ഉന്നോനെ വേ പ്ലസിനെ അദ്ദേഹം ബേലാക്കോ ഛോഡ് ദിയ, അങ്ങനെ ബേലായെ വെറുതെ വിട്ടു. ബേലാക്കെ ഭയഭീത് ചേഹരേക്കോ ദേഖർ, ബേല വളരെയധികം ഭയപ്പെട്ടു പോയി. ആ മുഖം കണ്ടിട്ട് സാഹിൽ ബുരി തരക് ഡർ ഗയാ ഥാ, സാഹിലിനും വളരെയധികം പേടി തോന്നി. ഉസ്നെ ദേഖാക്കി ബേലാക്കെ പാവ് അബീബി കാമ്പ് രഹേ ഹേ, എന്താണ് കണ്ടത്? ബേലായുടെ കാലുകൾ ഇപ്പോഴും പേടി കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ജൈസേ വ ഖടേ ഖടേ അബി ഗിർ ജായേഗി, അത് കണ്ടപ്പോൾ അവന് അല്ല ഇപ്പം തന്നെ വീണു പോകും എന്ന് തോന്നിയിരുന്നു. സുരേന്ദ്ര ജി മഠ് സാബിനെ കാപ്പി കോ ഉസ്കെ बैठने की जगह पर फेंकते हुए कहा बैठ अपनी जगह पर. സുരേന്ദ്ര ജി മഠ് സാബ് എന്ത് ചെയ്തു? സുരേന്ദ്ര ജി എന്ത് ചെയ്തു? കോപ്പി കോ ഉസ്കെ बैठने की जगह पर फेंकते हुए, ഇരിക്കുന്ന സ്ഥലത്തേക്ക് കോപ്പി പുസ്തകം എറിഞ്ഞുകൊണ്ട് പറഞ്ഞു बैठ अपनी जगह पर, ആ സീറ്റിൽ പോയി ഇരിക്കുക എന്ന് ആജ്ഞാപിച്ചു. ഇന്ന് ഈ വീഡിയോ ഫസ്റ്റിൽ ഇത്രയും ഭാഗങ്ങളാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പലവട്ടം വായിക്കണം. അർത്ഥം അറിയാൻ പാടാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം. ഓക്കെ, താങ്ക് യു.